എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിൽ ഷുഗർ രോഗികൾക്ക് മരുന്ന് നിർത്തി മധുരം കഴിച്ച് ജീവിതം ആസ്വദിക്കാം ആരോഗ്യത്തോടു കൂടി എന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപാട് ആളുകൾ കുറെ നാളുകളായി ഷുഗറിന്റെ മരുന്ന് കഴിച്ചിട്ട് അതെങ്ങനെയെങ്കിലും നിർത്തി മധുരം ഒന്ന് കഴിക്കണം, മധുരം ആസ്വദിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അക്യുപഞ്ചർ ചികിത്സയിലേക്ക് വരാറുണ്ട്. എന്നാൽ പൊതുവെ മരുന്ന് നിർത്തുമ്പോൾ ഈ രോഗികൾക്ക് ചെറിയ ക്ഷീണം വരാറുണ്ട്. അതായത് സാധാരണ ഉള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണത്തിൽ നിന്ന് ഒരു കുറവ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വളരെ ആരോഗ്യവും ഉന്മേഷവും ഒക്കെ രോഗികൾക്ക് ഉണ്ടാകും. എന്നാൽ കാണുന്ന ആളുകൾ, പൊതുവെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകളൊക്കെ എന്താണ് ക്ഷീണിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന രൂപത്തിൽ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ ശാരീരികമായി പ്രയാസമില്ലെങ്കിലും മരുന്നുകൾ ഒഴിവാക്കി സുഖമായി ജീവിക്കുമ്പോൾ പോലും ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് ട്രീറ്റ്മെന്റിൽ നിന്നും അകന്നു പോകുന്ന ആളുകളുണ്ട്. ഇത് ഒരു വലിയ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ശാരീരികമായി ആരോഗ്യപരമായ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുകയും മരുന്നുകൾ ഒഴിവാക്കുകയും ചെയ്തിട്ട് ചികിത്സയിൽ നിന്ന് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സാലി സാറാണ്. അക്യുപഞ്ചർ പ്രാക്ടീഷണറാണ്. പൊൻകുന്നത്താണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒത്തിരി അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കാനുണ്ട്. നമുക്കത് എന്തൊക്കെയാണ് എന്നറിയാം. ഷുഗറിന്റെ അസുഖം എന്ന് പറയുന്നത് എനിക്ക് 2-3 വർഷം മുമ്പ് തന്നെ എനിക്കൊരു 45 വയസ്സ് മുതൽ ഷുഗറിന്റെ രോഗമുണ്ട്. അങ്ങനെ ഞാൻ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. 6 ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. മൊത്തം ഒരു ദിവസം 6 ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് തിമിരം വന്നു. റൈറ്റ് കണ്ണ്, വലത്തെ കണ്ണ് സർജറി ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അക്യുപഞ്ചർ കോഴ്സിൽ വന്ന് ചേർന്നു മുതൽ ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഷുഗറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഷുഗറിന്റെ 6 ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്. 6 ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ തന്നെയും എനിക്ക് ശരീരത്തിന് നല്ല ക്ഷീണം ഉണ്ടാകുമായിരുന്നു, നല്ല ക്ഷീണം. അപ്പോൾ ശരീരം വണ്ണം വെക്കുകയും ചെയ്യും. നല്ല വണ്ണമുണ്ട്, വയറുമുണ്ട്, വണ്ണം വെക്കുന്നുണ്ട്. അപ്പം നല്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഇപ്പോൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമൊക്കെ അങ്ങ് കിടക്കാനുള്ളൊരു ഫീലിംഗ് ആണ്. നമുക്ക് എങ്ങനെ ശരീരം ഒന്ന് കിടന്നാലോ അല്ലെങ്കിൽ അങ്ങനെ കിടക്കണം, അത്രമാത്രം ക്ഷീണമാണ്. പിന്നെ നമ്മൾ നമസ്കാര വേളയിലോ പ്രാർത്ഥന വേളയിലോ ഒക്കെ കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ 2 കാലിന്റെയും പത്തിയും ആ കാലിന്റെ പൊത്തയ ഭാഗത്ത് കണക്കാലിന്റെ അവിടെ ഒക്കെ നമുക്ക് കുറച്ച് നേരത്തേക്ക് കുത്താൻ പാടില്ല, തറയെ കുത്താൻ പാടില്ല. അതുപോലെ 2 കാലിന്റെ പൊത്തയ്ക്ക് ഭയങ്കര വേദനയാണ്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെയാണേൽ ശരീരവേദന, പുറം വേദന ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടതാനും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ വലത്തെ കണ്ണിന് തിമിരം വന്നു. അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 6 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ അക്യുപഞ്ചർ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി അതിൽ പഠിക്കാൻ ചേർന്ന അന്ന് മുതൽ അതിന്റെ നീഡിലിംഗ്, അതായത് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നീഡിലിംഗ് ആണല്ലോ. ആ നീഡിലിംഗ് എടുക്കുന്നുണ്ട്. അതിന്റെ 4G എന്ന് പറയുന്ന 4 ജീവിത ശൈലികൾ അത് പാലിക്കാൻ വേണ്ടി നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൂടെ പാലിച്ചു കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഈ അസ്വസ്ഥതകളെല്ലാം മാറി. എൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറി എന്ന് പറഞ്ഞാൽ എനിക്ക് കാലിന് എത്ര വേണേ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചെന്നേറ്റാൽ എൻ്റെ കാലിന് ഒരു വേദനയില്ല. അതേപോലെ തന്നെ എനിക്ക് സന്ധ്യ കഴിഞ്ഞുള്ള ആ തളർച്ച പരിപൂർണമായിട്ട് മാറി. ഞാൻ ഭയങ്കരമായിട്ട് എനർജറ്റിക്കുമായി, ഭയങ്കര ആക്റ്റീവായി. പിന്നെ ഇങ്ങനെ 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഇങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ക്ഷീണിച്ചു. വയറും പോയി, വണ്ണവും പോയി, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചപ്പോൾ ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഷുഗർ ഭയങ്കര കൂടുതലാണോ, എന്തു പറ്റി നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ലേ? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാം, എന്റെ ശരീരം വണ്ണം കുറയുന്ന ആളുകൾ പറയുന്നതല്ലാതെ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എന്റെ എല്ലാ അസ്വസ്ഥതകളും മാറി. ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ എനർജറ്റിക്കുമാണ്. അങ്ങനെ എന്റെ ശരീരം ക്ഷീണിച്ച് അങ്ങനെ വളരെ ആളുകൾ വീട്ടുകളിലും കുടുംബത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും എല്ലാവരും ഇതുപോലെ നമ്മളെ ഇങ്ങനെ കുറ്റം പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് ചികിത്സയാണ്, എവിടെയെങ്കിലും ഒരു സൂചി കുത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറും എന്നൊക്കെ ആളുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നിരുന്നെല്ലാം കഴിഞ്ഞ് ഞാനിത് പറയുമ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ വന്ന് ഒരു പ്രത്യേക പീരീഡ് 1 വർഷത്തോളം ഇങ്ങനെ കംപ്ലീറ്റ് ശരീരം ക്ഷീണിച്ചു വന്നു. അതിന് ശേഷം
ആ ശരീരത്തിന്റെ ആ ക്ഷീണം മാറി ശരീരത്തിന്റെ ആ ഒരു ഷേപ്പ് ശരിക്ക് വന്നിട്ട് ആ വണ്ണമില്ലാതെ നമ്മുടെ ശരീരത്തിന് ഒരു എന്താണ് ഒരു 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 കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് കറക്റ്റായിട്ടുള്ള ഒരു വണ്ണത്തിലേക്ക് എത്തി. അതെ, പൊതുവെ മെഡിസിനുകൾ നിർത്തുന്ന ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ക്ഷീണിക്കും. കാരണം ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റുകളുണ്ട്, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ. അത് മരുന്ന് കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ ശരീരത്തിൽ അടിഞ്ഞു കൂടും. എപ്പോഴാണോ മരുന്ന് ഒഴിവാക്കുന്നത് അപ്പോഴാണ് യൂറിൻ പോകുമ്പോൾ അതിലൂടെയും പിന്നെ മലം പോകുമ്പോ അങ്ങനെയും വേർത്തിട്ടൊക്കെ പനി വരുമ്പോ കഫത്തിലൂടെ ഒക്കെ പോകണമെങ്കിൽ ഈ മരുന്ന് നിർത്തിയിട്ടുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും വണ്ണം കുറയും. കാരണം അത് നല്ല വണ്ണമല്ല, വേസ്റ്റുകൾ അടിഞ്ഞുകൂടി മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ള വണ്ണാണല്ലോ. അതെ, അപ്പൊ സ്വാഭാവികമായിട്ടും വണ്ണം കുറയും, ക്ഷീണിക്കും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകളുടെ ചിന്താഗതിയാണ്. അവർക്കാണ് രോഗം ശരിക്കും. കാരണം അവരിത് കണ്ടിട്ട് പറയാ എന്തോ ഒരു അസുഖം ഉണ്ട് എന്നാണ് പറയാ. കാരണം ട്രീറ്റ്മെന്റ് എടുക്കുകയാണല്ലോ. ഇനി ഇതേ വണ്ണം കുറയല് നമ്മളൊരു ജിമ്മിൽ പോയിട്ടാണ് കുറയുന്നതെങ്കിൽ അവരെന്ത് പറയും? വളരെ നന്നായിട്ടുണ്ടെന്ന് പറയും, അല്ലെ? അപ്പൊ ഇത് ആളുകളുടെ ഒരു പ്രശ്നമാണ്, ചിന്താഗതിയുടെ വിഷയമാണ് ഇത്, അല്ലെ? ശരിക്കും രോഗിക്ക് ഒരു പ്രയാസമില്ല. രോഗിക്ക് ഒരു പ്രയാസമില്ല, വളരെ ഉന്മേഷമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും നമ്മുടെ അറിവിൽപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പൊ 170 സെന്റിമീറ്റർ പൊക്കം ഉണ്ടെങ്കിൽ അയാളുടെ ആക്ച്വൽ ആയിട്ടുള്ള വരേണ്ട ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് അതിൽ 100 കുറച്ചിട്ട് 70 കിലോ ആണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരാൾ പൊതുവെ ഇങ്ങനെ കേട്ടറിവ് അതാണ്. പക്ഷെ ഞാൻ ഈയിടെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോ എനിക്ക് നേരത്തെ ഞാൻ 72 കിലോ ആയിരുന്നു എന്റെ ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ എന്റെ വെയിറ്റ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് തുടങ്ങി ഞാനിപ്പോൾ അതിന്റെ കോഴ്സ് എടുത്ത് എന്റെ പ്രാക്ടീഷണറായിട്ട് ഇപ്പൊ 2 വർഷം ആവുന്നുണ്ട്. അപ്പൊ എന്റെ ബോഡി വെയിറ്റ് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് 164 സെന്റിമീറ്റർ ആണ് പൊക്കം. അത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് 63.8 ആണ് എന്റെ വെയിറ്റ്, ബോഡി വെയിറ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വർഷത്തോളം ഞാൻ ക്ഷീണിച്ചു. ഈ ക്ഷീണിക്കുന്ന കാലഘട്ടങ്ങളാണ് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ ഇതിനെ കുറ്റപ്പെടുത്തുന്നത്. ഇതെന്തോ മോശമായ രീതിയാണ്, നീ ഷുഗർ ഭയങ്കരമായിട്ട് ഉണ്ടായി, നീ സൈലന്റ് അറ്റാക്ക് ഉണ്ടായി മരിച്ചു പോകും, അല്ലെങ്കിൽ ഗുളികയില്ലാതെ എങ്ങനെയാണ് നീ ജീവിക്കുന്നത്, എങ്ങനെയാണ് ടാബ്ലറ്റ് കഴിക്കാതെ എങ്ങനെ ജീവിക്കും? ഇതൊന്നുമല്ല, നമ്മളിൽ വെച്ചിരിക്കുന്ന രോഗഭയമാണ്. അതായത് ഈ രോഗഭയം നമ്മൾ ഇരിക്കുമ്പോൾ ഈ ടാബ്ലറ്റുകളും മറ്റും കഴിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മറ്റു രോഗങ്ങൾ വന്ന് അസ്വസ്ഥത കൂടി വന്ന് നമ്മൾ ഓരോ ഗുളികയിൽ നിന്നും ഒന്നിൽ നിന്നും മറ്റൊന്നായി മാറി വന്ന് നമ്മളൊരു ജീവിതം മുഴുവൻ ഭയങ്കരമായ അസ്വസ്ഥതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമുക്കിവിടെ നിലനിൽക്കുന്നത്. ശരിക്കും ഇതിന്ന് ലാഭം കൊയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും അങ്ങനെ ഒരു സാമൂഹിക പശ്ചാത്തലം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ എന്ത് പറഞ്ഞാൽ കോളേജുകളിൽ ഇവരൊക്കെ പഠിക്കുമ്പോൾ തന്നെ രോഗഭയത്തെ കുറിച്ചാണ് ഇവർ പഠിക്കുന്നത്. പിന്നെ അവരുടെ മുമ്പിൽ വരുന്ന രോഗികളിലേക്ക് ഈ രോഗഭയം അവർ ട്രാൻസ്മിറ്റ് ചെയ്യുക ചെയ്യുന്നു. വാർത്തകളിലൂടെ വാർത്താ മാധ്യമങ്ങളിൽ കൂടി, പ്രചരണങ്ങളിൽ കൂടി, കൗൺസിലിങ്ങിൽ കൂടി, അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ കൂടി ഈ രോഗഭയമാണ്. അപ്പൊ ഈ രോഗഭയത്തിലാണ് ഓരോ ആളുകളും ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ അവന്റെ മനസ്സിനെ അത് സ്വാധീനിച്ച്, ഇമോഷനെ അത് സ്വാധീനിച്ചിട്ട് എനിക്കിന്നെ അസുഖം വരും, അല്ലെ എന്റെ അപ്പന് ഇതുണ്ടായിരുന്നു, അപ്പന്റെ അപ്പനുണ്ടായിരുന്നു, അവരുടെ അപ്പനുണ്ടായിരുന്നു, അങ്ങനെ എനിക്കും ഈ അസുഖം എന്നിലേക്ക് വരും എന്ന് ഞാൻ മനസ്സുകൊണ്ട് എന്താണ് അങ്ങ് എന്റെ ഉള്ളിൽ അതങ്ങ് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ മനസ്സുകൊണ്ട് ആദ്യം നമ്മൾ രോഗിയാവുന്നു, പിന്നാലെ ആ രോഗം നമ്മളിലേക്ക് വന്നു ചേരുന്നു. അപ്പൊ മനസ്സിന് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത്. സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് ശരീരത്തിന്റെ രോഗങ്ങൾക്ക് മാത്രമല്ല മനസ്സിനും മാനസിക വൈകല്യങ്ങൾക്കും മാനസിക അസ്വസ്ഥതകൾക്കും കൂടെ പറ്റിയ ട്രീറ്റ്മെന്റ് ആണ് എന്ന് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും യാഥാർത്ഥ്യം ഇതാണെന്ന് കാണുന്നവർ മനസ്സിലാക്കട്ടെ, അല്ലെ? യാഥാർത്ഥ്യം ഇതാണെന്നുള്ളത് അനുഭവിച്ച് മനസ്സിലാക്കുക. കാരണം ഈ ഒരു രോഗസൗഖ്യം നേടുന്നു, ശാരീരിക ആരോഗ്യം നേടുന്നു, നമ്മളുടെ നാടിഞരമ്പുകളും നമ്മളുടെ പേശികളും പൂർവാധികം ശക്തിയിലേക്ക് പോകുന്നു, നമ്മുടെ സെല്ലുകളെല്ലാം തന്നെ എന്താണ് പുനർജനിക്കുന്നു എന്നുള്ള ഒരവസ്ഥയും കൂടി ഇതിനകത്ത് പറയാനായിട്ട്. തീർച്ചയായും. കാരണം രോഗഭയം ആളുകളെന്ന് വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല ടെൻഷൻ അടിച്ച വിഷമം വന്ന ഒരു ദിവസം ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റൂല,
ശരിക്ക് ദഹനം നടക്കൂല എന്ന പോലെ രോഗങ്ങൾ വരുമ്പോൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ രോഗം മാറേണ്ട പ്രവർത്തനം നടക്കൂല. അപ്പോൾ മെന്റൽ ഹെൽത്തിന് ആരോഗ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് സാറ് നമ്മളോട് വിശദീകരിച്ചത്. എന്തായാലും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച അക്യുപിആർ സാലി സാറിന് നന്ദി രേഖപ്പെടുത്താണ്. താങ്ക് യു.